അല്ലപ്പിടിച്ചിരിക്കുന്ന UDF-ന്റെ അഴിമതി ഭരണത്തിന് ശക്തമായ താക്കീത് നൽകി. ഇതാ പ്രിയമുള്ളവരെ, CPM-ന്റെ പരവൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഗ്രാമത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തവർ, നമ്മുടെ ഗ്രാമത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തവർ, നമ്മുടെ ഗ്രാമത്തിലെ പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേരാവണ്ണം നേടിയെടുക്കാൻ കഴിയാത്തവർ, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിനെ ആശ്രയിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങളെ നേരാവണ്ണം നടത്തിക്കൊടുക്കാൻ കഴിയാത്തവർ, അവരാണ് ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന UDF ഭരണസമിതി. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ലോകം മുഴുവൻ വിവരങ്ങളിച്ചു നിന്ന കോവിഡ് കാലത്ത് നമ്മുടെ ഗ്രാമത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാനെന്ന പേരിൽ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കില്ല. എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു, എത്ര രൂപ ചെലവായി, എത്ര രൂപ പിരിച്ചെടുത്തു? പാവപ്പെട്ട ജനതയ്ക്ക് LDF ഭരിക്കുമ്പോൾ പദവി നേടിയ സമിതി സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് നാട് ഭരിക്കാനാകില്ല. പുറത്തു പോകൂ. മാലിന്യങ്ങൾ തുലയട്ടെ. LDF ഭരിക്കുമ്പോൾ ശുചിത്വ പദവി നേടിയ സമിതിയെ എന്നാൽ ഇന്ന് നമ്മുടെ വരുന്നു മാലിന്യത്തിൻ കുമ്പാരം സ്പോർട്സ് കിറ്റ് നൽകാനേ. എന്നിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ വാണം പോലെ 150 റോഡുകൾ ഞങ്ങൾ എടുത്തു എന്നാണ്. അതിനേക്കാൾ റോഡ് ഉണ്ടാക്കിയവരാ ഞങ്ങള്. ഈ പഞ്ചായത്തിന്റെ വികസന രംഗത്തെ ഏറ്റവും വലിയ മുദ്ര പതിപ്പിച്ചുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനമാണ് രാജ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ടാണ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ വാറുവരവിട്ടാൽ ഇത്ര റോഡ് വെട്ടി, ഇത്ര മാലിന്യം നീക്കി എന്നൊന്നും പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾ 1 കൊല്ലം നിങ്ങൾക്ക് സമയം തന്നതാണ്. 1 കൊല്ലം സമയം തന്നതാണ്. നിങ്ങൾ ആ മധുവിധൊന്ന് തീർന്നോട്ടെ എന്ന് വിചാരിച്ച് ഏതായാലും കല്യാണം കഴിഞ്ഞാൽ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. ഇവിടെ ഇതാ പുതിയ മാറ്റത്തിന് വേണ്ടി പുതിയ പഞ്ചായത്തിതാ ഇവിടെ CPM-കാരെ ഒന്ന് ഒഴിവാക്കിയാൽ ഞങ്ങൾ ഇതാ ഇവിടെ മരമരിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അധികാരത്തിൽ വന്ന ഈ 1 കൊല്ലക്കാലത്തിന് ശേഷം എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? നമ്മുടെ രാജ്യത്തെ ജനത്തെ മുഴുവൻ ഏറ്റവും ദുരന്തത്തിലാക്കിയിട്ടുള്ള കോവിഡും അതുപോലെ തന്നെ ദുരന്തവും വന്നപ്പോൾ ആ കോവിഡിന്റെ മറവിൽ കാശീകരിച്ചുകൊണ്ട് പിട്ടടിക്കുന്ന നടപടിയാണ് നിങ്ങൾ എടുത്തത്. കാശീകരിച്ചില്ല നിങ്ങള്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു ഈ രാജ്യത്ത് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണം, ഒരു മനുഷ്യനും കോവിഡുമായി പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ എല്ലാ പഞ്ചായത്തുകാരോടും അവരെ ഫണ്ടെടുത്ത് ചെലവഴിക്കാൻ പറഞ്ഞപ്പോൾ ഈ രാജ്യത്ത് ഒരു വർക്കും ഞങ്ങൾക്ക് ചെയ്യാനില്ല, പരുതൂരിൽ ഒരു പട്ടിണിക്കാരനുമില്ല എന്നാണ് ഇവിടുത്തെ ഭരണസമിതി പറഞ്ഞത്. പരുതൂരിൽ പട്ടിണിക്കാരനില്ല. പക്ഷേ അതിന് ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടുത്തെ CPM-ന്റെ നേതൃത്വത്തിൽ ഇവിടെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഞങ്ങൾ ജനകീയ തുടങ്ങിയത്. ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി.
ഈ രാജ്യത്ത് 350 വരെ ആളുകൾക്ക് 28 ദിവസം നിങ്ങൾ കൊടുക്കില്ല എന്ന് തീരുമാനിച്ച ദാർഷ്ട്യത്തിന് മറുപടി ആയിക്കൊണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ 28 ദിവസം ഇവിടെ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തതാണ് നിങ്ങൾ. എന്നിട്ടോ ഞങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടതില്ല, പട്ടിണിക്കാരനില്ല എന്ന് പറഞ്ഞപ്പോൾ ദിവസേന ഫേസ്ബുക്കിൽ ലീഗിന്റെ ചെക്കന്മാരുടെ പോസ്റ്റർ ഇങ്ങനെ വരിക, ഇവിടുത്തെ പ്രസിഡന്റിന്റെ പോസ്റ്റർ വരികയാണ്, ചില നേതാക്കന്മാരുടെ പോസ്റ്റർ വരികയാണ്, ഇതാ സംഭാവന തന്നിരിക്കുന്നു എന്നും രണ്ട് കയ്യും നീട്ടി സംഭാവന വാങ്ങുക, പോക്കറ്റിലിടുക. അല്ലാതെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ പിരിച്ചത് ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന ആ പണം എവിടെ? ഞങ്ങൾ വിവരാവകാശപ്രകാരം ചോദിച്ചു, നിയമപ്രകാരം ഈ രാജ്യത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെ പിരിച്ച പണം എവിടെയാണ് നിങ്ങൾ കൊണ്ടുചെന്നിരിക്കുന്നത്? ഈ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കയ്യിൽ നീട്ടി വാങ്ങിയ ആ പണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങൾക്ക് രേഖാമൂലം തന്നത് ഞങ്ങളൊരു പൈസയും പിരിച്ചിട്ടില്ല. പിന്നെന്താ നിങ്ങൾ പോസ്റ്ററിടുക? വെറുതെ കോവിഡ് എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡിന്റെ മറവിൽ ലക്ഷക്കണക്കിന് രൂപ വരച്ചുകൊണ്ട് അത് നിങ്ങൾ പോക്കറ്റിലിട്ടുകൊണ്ട് അഴിമതി വീരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന സമീപനമാണ് മാറിയിരിക്കുന്നത്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഇവര് ധരിച്ചത് ഇപ്പൊ എന്താ വെച്ചാൽ ഈ 5 കൊല്ലം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വാണ് പോവും. നുണ കുറെ പറഞ്ഞാൽ ഒരു നുണ 1000 വട്ടം ആവർത്തിച്ചാൽ അത് ശരിയാകുമെന്നുള്ള ആ സിദ്ധാന്തം ഉണ്ടല്ലോ, അതാ നിങ്ങൾ വിളിച്ചത്. ഇനി ആ പണി നിർത്തിക്കോളൂ. ഇന്നലെ ചില പോസ്റ്റർ കണ്ടു. ഇന്നലെ പോസ്റ്റർ പറഞ്ഞ് നമുക്ക് മറുപടി വരും. അതിനൊക്കെ ഇവിടെ ലീഗും സഹായിക്കുന്നുണ്ടോ? CPM-ന് മറുപടി പറയാനുള്ള വളർച്ചയൊന്നും ഇവിടത്തെ പ്രസിഡന്റിനും ഇവിടത്തെ ലീഡർമാർക്കൊന്നും ആയിട്ടില്ല. നിങ്ങൾ അങ്ങനെ മറുപടി പറയുകയാണെങ്കിൽ ഇനി വരുന്ന 4.5 കൊല്ലം നിങ്ങൾ അതിന്റെ ദിവസേന വൈകുന്നേരം മൈക്കയുടെ ചിലവ് നിങ്ങൾക്ക് വരുമെന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മൈക്കള ചിലവ് വരും പ്രസിഡന്റ്, ഞങ്ങൾക്ക് മറുപടി പറയാനുള്ള വളർച്ചയൊന്നും മരുതൂർ പഞ്ചായത്തിലെ ലീഗുകാർക്കും ഭരണസമിതിക്കും ആയിട്ടില്ല. അതിന് ഇനിയും ഒരുപാട് വെള്ളം നിങ്ങൾ കുടിക്കണം. എന്ത് നിങ്ങൾ വിചാരിച്ച് CPM-മാർ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും? ഞങ്ങൾ ഭരിച്ച് തളമ്പിച്ചവരാണ്. ജനമൊന്ന് വിചാരിച്ചൊന്ന് മാറിക്കോട്ടെ, ആയിക്കോട്ടെ, മാറി എന്തെങ്കിലും ചെയ്യണ്ടേ? പട്ടിണി കിടക്കുന്നവന്റെ ഭക്ഷണം നിങ്ങൾ കൊടുക്കാതെ, അവരുടെ പൈസ നിങ്ങൾ കൊടുക്കാതെ അത് പെട്ടടിച്ചു. നിങ്ങള് ഇവിടുത്തെ പാവപ്പെട്ടവന് മധ്യജാതിക്കാരന്റെ കോളനിയിലേക്ക് റോഡ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് മുഴുവൻ വകമാറിക്കൊണ്ട് അവർക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല. ഒരു 4 പൈസയുടെ ഫണ്ട് പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി ഇവിടെ നീക്കിയേക്കാൻ നിങ്ങൾക്ക് എന്താണ്? ലീഗിന്റെ തറവാട്ട് സ്വത്തോ വരുന്നു പഞ്ചായത്ത്? ലീഗിന്റെ തറവാട്ട് സ്വത്താണത്. UDF-ന്റെ കൂടെ കുറെ ആളുകളുണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. അവരൊക്കെ എങ്ങനെയാണ് അവരുടെ പ്രസിഡന്റിനെ അവരോധിച്ചതെന്ന് നമുക്കറിയാമല്ലോ. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചുകൊണ്ട് നടന്ന കഥകളൊക്കെ ഞങ്ങൾക്കറിയാം. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്ന് പ്രസിഡന്റിന്റെ ഷിപ്പായി വിടുന്നത് നേടിയിട്ടുള്ള പ്രസിഡന്റ്ഷിപ്പ്, ആ പ്രസിഡന്റ്ഷിപ്പ് വെച്ചുകൊണ്ട് CPM-ന് മറുപടി പറയാനൊന്നും CPM-ന്റെ നുണപ്രചരണമാണെന്ന് പറയുന്നതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, വേദനിക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക്, അങ്ങനെ ദുഃഖം അനുഭവിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് അവന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPM-ന്റെ ചരിത്രം അതാണ്. ചരിത്രമറിയാതെ ആത്മാരണ്ട, ചരിത്രമറിയാതെ വലുതൂരിന്റെ ചരിത്രമറിയാതെ, വലുതൂരിന്റെ ഏത് വികസനമുണ്ടെങ്കിലും ആ വികസനത്തിന്റെ ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിന് കയ്യൊപ്പിട്ട പ്രസ്ഥാനമാണ് ഇവിടുത്തെ CPM. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഭീഷണിപ്പെടുത്തുക. പഞ്ചായത്തിൽ വരുന്ന CDS-മാരെയും ADS-മാരെയും അപമാനിക്കുക ചില പഞ്ചായത്ത് മെമ്പർ. അതിന് കേസെടുക്കാൻ പറഞ്ഞ ചില പോലീസുകാർക്ക് അതിന് സൗകര്യമില്ലാത്ത രീതിയിലേക്ക് പോവുക. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു CDS-നെ അപമാനിച്ച് പഞ്ചായത്തില് അവര് അപകീർത്തിപ്പെടുത്തുന്ന സമീപനം ഉണ്ടായപ്പോൾ എന്തേ ഈ പ്രസിഡന്റിന് ദുഃഖം തോന്നാത്തത്? ഒരു വനിതയായിരുന്നല്ലോ, ഒരു പട്ടികജാതിക്കാരിയായിരുന്നല്ലോ, എന്തേ നിങ്ങൾ വികാരം നിങ്ങൾ കാണാത്തത്? അതുപോലെ തന്നെ ഇവിടെ സെക്രട്ടറിമാരെ പോകുന്ന, ഇവിടെ സെക്രട്ടറി മോശമാണെന്ന് പറഞ്ഞത്, കൈലാസ്നാഥ് മോശമായിരുന്നു എന്നാ പറഞ്ഞിരുന്നത്. അതിലൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കൈലാസ്നാഥ് നിങ്ങൾ അടിച്ചോടിച്ചു, അതിന് നിങ്ങൾ 4 ദിവസം ഒളിവിൽ താമസിച്ചു. നിങ്ങൾ ഒളിവ് ജീവിതമാണോ നയിച്ചിരുന്ന? ഞങ്ങളുടെ സഖാക്കളൊക്കെ പല കാലങ്ങളിൽ ഒളിവ് ജീവിതം നയിച്ചുകൊണ്ട് സമരത്തിന്റെ തീച്ചൂടിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവര് സമരം നടത്തിയതിന്റെ ഭാഗമായിക്കൊണ്ട് അവര് ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. നമ്മുടെ പൈതൂർ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരൊക്കെ
ഒടുവിലായിരുന്നു എന്റെ കൈലാസ്നാഥിനെ അടിക്കാൻ ചെന്നു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതല്ല, ഇവിടുത്തെ പോലീസുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളും ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടുന്നവരെ പഞ്ചായത്തിൽ നാഥനില്ലാതെ കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയില്ലേ ഇവിടെ. ഇനി അതുപോലെ സെക്രട്ടറിമാർ, ഞങ്ങൾ ആ സെക്രട്ടറി പ്രവർത്തനത്തെ ന്യായീകരിക്കുന്നതല്ല. സെക്രട്ടറി പണിയെടുക്കണം, പ്രസിഡന്റ് പണിയെടുക്കണം, ജീവനക്കാരെ പണിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ സെക്രട്ടറി മാറിയല്ലോ, പുതിയ സെക്രട്ടറി വന്നല്ലോ. സെക്രട്ടറി നല്ല വിവരമുള്ള ആളാണ്, കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ആളാണെന്നൊക്കെ പറഞ്ഞത്. എന്റെ നിങ്ങളെ പോലെ നിങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഭരണസമിതിക്കാരുമായിട്ട് 9 ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. എന്റെ ഇവിടെ പാവപ്പെട്ടവരായിട്ട് ആളുകൾ ഇവിടെ ഈ പഞ്ചായത്തിലേക്ക് കയറി വരുമ്പോൾ അവരുടെ ഒരു കടലാസ് ഒന്ന് ഒപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കടലാസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു വീട്ടു നമ്പർ ഇടണമെങ്കിൽ, ഒരു ലൈഫ് പദ്ധതിയിൽ ഒരു വീടിന്റെ അവർ പെർമിഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്നാൽ 10 പ്രാവശ്യമെങ്കിലും കേറാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് നിങ്ങൾ കടലാസ് കൊടുക്കുന്ന, അവർ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു തന്റെ ഇടങ്ങളിൽ ഒരു കൊല്ലക്കാലമായി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും കഴിയാതെ CPM-ന് മറുപടി പറയാത്ത ആ ഭൂരിയൊക്കെ വെച്ചോളൂ. നിങ്ങൾ മറുപടി പറഞ്ഞാലും ശരി, ഞങ്ങൾക്കറിയാം, പരുന്നൂരിലെ ജനങ്ങൾക്കറിയാം ഈ പരുന്നൂരിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്. അതാണല്ലോ ഇന്നലെ രാത്രി കണ്ട് ഉണർങ്ങുന്ന സ്ഥലത്തു നിന്ന് ഉറങ്ങുന്നവന്ന് നീച്ചു വന്ന് മാലിന്യ കൂമാരത്തിലേക്ക് കയറേണ്ട ഗതികേട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായത്. മാലിന്യ കൂമാരത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാത്രി ചില ആളുകൾ, ചില ലീഗിന്റെ നേതാക്കന്മാര് ഫേസ്ബുക്കിൽ ഇങ്ങനെ ആഘോഷിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ചരിക്കുട്ടിൽ സാധിച്ചിട്ടുള്ള മാലിന്യ കൂമ്പാരത്തിലൂടെ നടന്ന് ആ മാലിന്യ കൂമ്പാരത്തിന്റെ ആ സ്വാദ് ആസ്വദിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. ഈ നിലയ്ക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ഈ പരുന്നൂരിലെ ജനങ്ങൾക്ക്, അതാണ് ഞങ്ങൾ പറഞ്ഞ 8-10 മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഓരോ ദിവസവും അതിന് തേടി പോവുകയാണ്. ഇവിടുത്തെ പ്രസിഡന്റ് ഇവിടെ പണ്ടേ ഞങ്ങൾ പറഞ്ഞതാണ്, ഈ ഭാര്യമാരാണ് മെമ്പർമാര്, ഭർത്താക്കന്മാര് ഭരിക്കുക, അത് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ ഭർത്താക്കന്മാര് ഭരിക്കണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആളുകളെ പോലെ ജയിച്ചു വന്നോ? അവിടെ സ്ത്രീകളാണ് ജയിച്ചു വന്നിരുന്നെങ്കിൽ ആ വാർഡ് മെമ്പറോട് നയിക്കണം. ഇത് ഞങ്ങൾ പറഞ്ഞതാ, താക്കീത് എന്നതാ. ഇവിടെ പഞ്ചായത്തിനുള്ളിൽ വെച്ച് പരസ്യമാവും മാപ്പ് പറഞ്ഞതാണ് നിങ്ങള്. വീണ്ടും അത് ആവർത്തിക്കേണ്ട. ഇപ്പൊ പ്രസിഡന്റിന്റെ ഭാര്യ, മെമ്പർമാരുടെ ഭാര്യമാര് അവരിങ്ങനെ ലാപ്ടോപ്പ് നടക്കുക, ചിലർ ടാങ്ക് വാങ്ങാൻ വേണ്ടി നടക്കുക, ചിലവരിങ്ങനെയുള്ള ഞങ്ങൾ കൂമ്പാരത്തിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുക. ഈ നിലയ്ക്കുള്ള ഫോട്ടോ എടുത്തതുകൊണ്ടും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത് കൊണ്ടൊന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം, ഞങ്ങൾ 5 കൊല്ലം വെറുതെ ഇരിക്കാം, പക്ഷെ 5 കൊല്ലം ഇരിക്കുമ്പോഴൊക്കെ സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് കിട്ടേണ്ട മുറയ്ക്ക് സമയബന്ധിതമായി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ഈ കയ്യും കെട്ടി നിർത്തിക്കൊണ്ട് നിങ്ങൾ നടപ്പിലാക്കിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. നിങ്ങൾ അങ്ങനെ ഫേസ്ബുക്കിലുള്ള വിരസണ്ട, കാര്യം നടത്താദ്യം. കാര്യം നടത്ത പാവപ്പെട്ടവൻ വന്നാൽ അവന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്ക്. പാവപ്പെട്ട ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരവന് വീടിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്ക്. പാവപ്പെട്ട പട്ടികജാതിക്കാരന് റോഡ് വെട്ടിക്കൊടുക്ക്. ഇവിടെ മാലിന്യം ഇല്ലാതാക്കുന്ന സമീപനം വെക്ക്. ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ചാൽ അതിന്റെ തലേ ദിവസം മാലിന്യ കുമാരത്തിൽ നിന്ന് ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചതുകൊണ്ടൊന്നും നിങ്ങൾ പ്രശംസയില്ല. അതുകൊണ്ട് ആ ഒരു CPM-ന് പറയാനുള്ളത്, ഈ വക ഉമ്പാച്ചി കാണിച്ചുകൊണ്ട്, ഇങ്ങനെ ഇമ്പാച്ചി കാണിച്ചുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഞങ്ങളുടെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. പുന്നപ്പറയിലാണെങ്കിലും കയ്യൂരാണെങ്കിലും കരുവള്ളൂരാണെങ്കിലും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവൻ പോയാൽ പോലും ഈ പ്രസ്ഥാനത്തിന്റെ കൊടിക്കൂടെ ഉയർത്തിപ്പിടിച്ച ചെമ്പറയൂർ പ്രസ്ഥാനമാണിത്. അങ്ങനെ നിങ്ങളൊരു സെക്രട്ടറി, ഒരു പ്രസിഡന്റും ഒരു 4 ഊച്ചാളി ആളുകളും കൂടി ഞങ്ങളെ വെല്ലുവിളിക്കാൻ വന്നാൽ അതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. 1 കൊല്ലം നിങ്ങൾക്ക് സമയം തന്നു, 1 കൊല്ലം നിങ്ങൾക്ക് മാന്യമായ സമയം തന്നു, ഞങ്ങൾ ഉണ്ടാകുന്നു. ഇനി അത് നടക്കില്ല. ഓരോ ദിവസവും നിങ്ങൾ ഇനി എണ്ണിയിരുന്നോളൂ. ഓരോ കാര്യവും ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇവിടുത്തെ ചെമ്പുറ പ്രസ്ഥാനം ചെയ്യാൻ, അതിനുവേണ്ടിയുള്ള ഒരു താക്കീത്, ഒരു ആദ്യ പടി, അങ്ങനെ ഒരു ആദ്യ പടി എന്നുള്ള നിലയ്ക്ക്, ഒരു സൂചന എന്ന നിലയ്ക്ക് മാത്രമാണ് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ അണിനിരത്തിക്കൊണ്ട് ഇന്ന് CPM-ന്റെ ഉശിരന്മാരായ വനിതകളും ചെറുപ്പക്കാരും മറ്റ് പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ
ഇന്ന് ഈ ജാഥയിൽ പങ്കെടുത്തിരിക്കുന്നത്. ആ പ്രതിഷേധം കണ്ട് നിങ്ങൾ തിരുത്താൻ പാകില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രത്യാഘാതമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നേക്ക് 6ാം ദിവസമേ ആയിട്ടുള്ളൂ ഈ പ്രക്ഷോഭം തീരുമാനിച്ചു. വെറും 6 ദിവസം കൊണ്ട് ജനങ്ങളുടെ രോഷം അണപൊട്ടി ഒഴുകിയ ഒരു പ്രതിഷേധ ബഹുജന മാർച്ചാണ് നമ്മളിവിടെ കണ്ടതിപ്പോൾ. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പട്ടാമ്പിയിൽ അമരക്കാരൻ, നമ്മുടെ ഏരിയ സെക്രട്ടറി, വെള്ളൂർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് സഖാവ് ടി ഗോപാലകൃഷ്ണനാണ്. സഖാവ് ടി ജിയെ ഈ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മളിവിടെ നടത്തുന്ന സമരത്തെ കുറിച്ച് സഖാവ് സെലിക്കുട്ടി വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ കരുതിയത് ഇന്നത്തെ ഈ സമരത്തിൽ നല്ല വെയിലാണ്, നല്ല ചൂടാണ്, നാളെ പൂരാണ്, പറ്റിയ സമയമല്ല. അതുകൊണ്ട് 10-250 ആളൊക്കെ പങ്കെടുക്കുന്ന ഒരു സമരം നടക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ വന്നിട്ട് ഈ ജാഥ കണ്ടപ്പോൾ ഇതുവരെ ഈ ജാഥയിലോ പാർട്ടിയുടെ ഏതെങ്കിലും പരിപാടിയിലോ കാണാത്ത ധാരാളം മുഖങ്ങൾ ഈ ജാഥയിലുണ്ടായിരുന്നു, സമരത്തിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്തിലെ ഭരണസമിതിക്കെതിരെ 4 വർത്തമാനം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് നാട്ടുകാർ ഇറങ്ങി പുറപ്പെടുന്നതാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ ഒറ്റ പരിപാടി കൊണ്ട് മനസ്സിലാവും ഈ പഞ്ചായത്തിലെ ഭരണസമിതി ജനങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന്. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരാണ്. വളരെ വലിയ അധികാരങ്ങൾ പഞ്ചായത്തിലേക്ക് ഗവൺമെന്റ് വിട്ടുകൊടുത്തിട്ടുണ്ട്, സമ്പത്തും കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്, ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാരെയും കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ചെയ്യേണ്ടത് ഓരോ പഞ്ചായത്തെയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ അവരെ കാത്തു സൂക്ഷിക്കേണ്ട പ്രക്രിയയാണ് പഞ്ചായത്ത് ചെയ്യേണ്ടത്. പക്ഷെ ഈ സമീപത്തെ ഏതെങ്കിലും ഒരു പഞ്ചായത്തുകൾ പരിശോധിച്ചു, നമ്മുടെ ചുറ്റുപാടുകളുള്ള ഏത് പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാലും ഇതുപോലെ കെടുകാര്യസ്ഥതയും അഴിമതിയും നടക്കുന്ന മറ്റൊരു പഞ്ചായത്തും നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നുമില്ല. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒരു സമരത്തിലേക്ക് പോകണ്ട എന്ന നിലയ്ക്ക്, സമരത്തിലേക്ക് പോകാനായിട്ടില്ല എന്ന നിലയ്ക്ക് മുമ്പൊക്കെ ഉദ്യോഗസ്ഥന്മാരെയും പഞ്ചായത്ത് ഭരണസമിതിയെയും അറിയിച്ചിട്ടുണ്ട്, ഇത് ശരിയല്ല എന്നത്. പക്ഷെ യാതൊരു മാറ്റവും ഇല്ലാത്തതിന്റെ ഭാഗമായാണ് സമരത്തിലേക്ക് വരേണ്ടി വന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ പഞ്ചായത്തിൽ നടക്കാതെ പോകുന്നത്. അതിലിവിടെ പലതും കൂടി സൂചിപ്പിച്ചു. ഈ പഞ്ചായത്തില് ഒരു അഭിമാനകരമായ ചരിത്രമുണ്ട് നമ്മുടെ പഞ്ചായത്തിന്. വിജയലക്ഷ്മി ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റാണ്, ചെല്ലിക്കുട്ടി വൈസ് പ്രസിഡന്റാണ്. ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിൽ പോയി രാഷ്ട്രപതി ഭവനിൽ താമസിച്ച അവാർഡ് വാങ്ങിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റും രാഷ്ട്രപതി ഭവനിൽ താമസിച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ശുചിത്വത്തിന് അവാർഡ് വാങ്ങിയ പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. അന്നാണ് പറഞ്ഞത് ശുചിത്വം പരിയൂർ വഴി വരുന്നു. ഇന്നെന്താ ശരി? ഇന്ന് മാലിന്യത്തിന്റെ 1ാം സ്ഥാനമാണ് ഈ പഞ്ചായത്തിന്. ഏറ്റവും വൃത്തികെട്ട ചുറ്റുപാടുകളുള്ള പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ 1ാമത്തെ സ്ഥാനത്ത് ഈ പഞ്ചായത്താണ്. രാത്രി ഉറക്കത്തിലെണീറ്റ് മാലിന്യം നീക്കേണ്ടി വന്നു ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ. പക്ഷെ ഏറെ വൈകാതെ ജനങ്ങൾ പഞ്ചായത്ത് ഓഫീസിനകത്ത് അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ആ രൂപത്തിലുള്ള കാര്യങ്ങളുടെ പോക്ക് വളരെ പ്രധാനപ്പെട്ട മാലിന്യം മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചാലോ, ഇവിടെ ചെല്ലുകൂടി സൂചിപ്പിച്ചാലോ, വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ കോവിഡ് കാലത്തെ പ്രവർത്തനം. കോവിഡ് കാലത്ത് ഇവിടെ ധാരാളം ചെറുപ്പക്കാർ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടുണ്ട്. ഈ ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ഗവൺമെന്റ് സഹായം ചെയ്തില്ലേ? പോസിറ്റീവായ രോഗികൾക്ക് അവർക്ക് ക്വാറന്റൈൻ, അവർക്ക് ചികിത്സ എല്ലാം നൽകിക്കൊണ്ട് അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയം നോക്കിക്കൊണ്ടാണോ ധാരാളം ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കാർ അവരുടെ സ്നേഹം വണ്ടി ഓടിച്ചു? ഒരു നയാ പൈസ കൊടുത്തിട്ടുണ്ടോ എണ്ണ അടിക്കാൻ പഞ്ചായത്ത്? അവർ ദൂരത്തേക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ട്, രോഗികൾക്ക് മരുന്നെത്തിച്ചിട്ടുണ്ട്. ഒരു നയാ പൈസ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടോ? അതൊരു സംഘടനകൾ ഡിവൈഎഫ്ഐക്കാരാണ് പ്രധാനമായി ഈ പഞ്ചായത്തിലും ഈ കോവിഡ് കാലത്ത് ആളുകളെ സഹായിച്ചത്. എങ്ങനെയാണ് സഹായിച്ചതെന്ന് ഓർക്കണം. മനുഷ്യൻ കടന്നു ചെല്ലാത്ത പൊന്തയിൽ പണ്ടങ്ങോ വീടുകളുടെ കുപ്പിച്ചീര് പെറുക്കി വീടാന്തരം കയറി
വാങ്ങി പ്ലാസ്റ്റിക് പെറുക്കി ഈ മാലിന്യങ്ങളെല്ലാം വാങ്ങി ഉണ്ടാക്കി പെറുക്കി കൂട്ടി അത് വിറ്റ് ആ പൈസക്കാണ് ഈ പയ്യൂർ പഞ്ചായത്ത് ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത DYFI ഇടതുപക്ഷ പ്രവർത്തകർ CPI-ഉം. കോവിഡ് കാലത്ത് പണം പിരിച്ചു. ആ പണം അണ്ണാക്കി തൊടാതെ പ്രസിഡന്റ് മെമ്പർമാരും തിന്നു. ഇതാണ് സ്ഥിതി. ഇത് അംഗീകരിക്കാൻ പറ്റോ? ഇതാത്മാഭിമാനമുള്ളത് അംഗീകരിക്കാൻ പറ്റോ? ഇതിന്റെ കണക്ക് കാണിക്കണം. ആ കണക്ക് ചോദിച്ചിട്ടുണ്ട്. ആ സമയം തീരൂ. SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് റോഡ് എന്ന സ്വപ്നം, ആ ഒരു സ്വപ്നം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെയാണ് കഴിഞ്ഞ വർഷം ഈ UDF ഭരണസമിതി അവരുടെ ആദ്യത്തെ പദ്ധതി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. ഒരു റോഡിന് പോലും ഫണ്ട് SC വിഭാഗത്തിൽ മാറ്റിവെക്കാത്ത ഒരു പദ്ധതി ഈ കേരളത്തിൽ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ടാവില്ല. ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇവ ലാപ്ടോപ്പ് ഒരു വാർഡിലേക്ക് ഒരെണ്ണം പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കിടന്ന് വരികയാണ്. അത് തന്നെ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും വെച്ചാണ് പദ്ധതി. ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി പ്ലാൻ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി അവതാരത്തിലാണ്. പഠനോപകരണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഭരണസമിതികൾ മാതൃകാപരമായി ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കി. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്ന SC വിഭാഗം കുട്ടികൾക്ക് ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ക്രമം വെച്ചുകൊണ്ട് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് 5 നയ പൈസ ബാക്കിയില്ലാതെ മുഴുവൻ പൈസയും ആനുകൂല്യം ലഭിക്കുന്നതിന് അർഹരായ കുട്ടികൾക്ക് ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതികൾ കൊടുത്തു. എന്നാൽ ഇപ്രാവശ്യം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് വലിയ കുട്ടികളുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കും കിട്ടിയിട്ടുണ്ട് മേശ കസേരി. ചെറിയ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. എഴുതി കൊടുത്തു. ഇവിടെ വാങ്ങിയത് കൊണ്ട് ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഒരു സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് മാന്യമായ രീതിയിൽ ആ ലിസ്റ്റ് ശേഖരിച്ചതെങ്കിൽ നിങ്ങൾക്ക് 48 കുട്ടികൾ എന്ന എണ്ണത്തിൽ ഒതുക്കി നിർത്താതെ ആ ഫണ്ട് പൂർണ്ണമായും ഇക്കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. പഠനോപകരണത്തിൽ 15,000 പൈസ ലാപ്സാക്കി കളഞ്ഞു ഈ ഭരണസമിതി. SC വിഭാഗത്തിന്റെ ഭവന പദ്ധതി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തു. എത്ര മാസമായി ഫണ്ടിന് വേണ്ടി നടക്കുന്നു? 2ാം ഘട്ടത്തിൽ ആയി വരിക. ഇവിടെ ബ്ലോക്ക് ഭരിക്കുന്നതാരാ? ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഞങ്ങൾ ചോദിക്കട്ടെ, എന്താണ് UDFന്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പഞ്ചായത്തിന് പദ്ധതി വിഹിതമായി ഭവന പദ്ധതിയിലേക്ക് നൽകിയത്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല എന്നിങ്ങനെ വിവിധകൾ ഗവൺമെന്റിന്റെ ഫണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട ഭവന പദ്ധതി. നിങ്ങൾക്കറിയോ, ഈ ബ്ലോക്ക് പഞ്ചായത്ത് 2,60,60,000 രൂപ മാത്രം ഈ പഞ്ചായത്തിലെ ഭവന പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ജില്ലാ പഞ്ചായത്ത് 1,24,00,000 SC വിഭാഗത്തിൽപ്പെട്ട ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നതിന് വേണ്ടി മാറ്റിവെച്ചത്. ബ്ലോക്ക് മെമ്പർമാരുടെ UDFന്റെ